നമസ്കാരം. വീണയൻ വാർത്താ ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Spinner Pipes, manufacturers of HDPE and PVC pipes. Think irrigation, think Spinner. രാഹുൽ ടൈൽസ് ആൻഡ് സാനിറ്ററീസ്, കോവിലകത്തുംപാടം, കേരള ബാങ്കിന് മുൻവശം, തൃശൂർ. വടക്കാഞ്ചേരിയിലെ ബ്യൂട്ടി സിൽക്സിന്റെ ഏറ്റവും വലിയ ഷോറൂമിനൊപ്പം ആഘോഷങ്ങൾ വലുതാവുന്നു. വടക്കാഞ്ചേരിയിലെ ഏറ്റവും വലിയ വെഡിംഗ് സെന്ററായ ബ്യൂട്ടി സിൽക്സിനൊപ്പം ഷോപ്പിംഗ് ആഘോഷമാക്കാം. ഓരോ ഒരുക്കങ്ങളും ബ്യൂട്ടിക്കൊപ്പം. പാർലമെന്റിൽ സംസ്ഥാനത്തിന്റെ അവകാശ പോരാട്ടങ്ങൾക്ക് വേണ്ടി മറ്റ് 19 എംപിമാരോടൊപ്പം നിലകൊള്ളുമെന്ന് നിയുക്ത ആലത്തൂർ MP കെ രാധാകൃഷ്ണൻ. താൻ ഒറ്റയ്ക്കല്ലെന്നും മറ്റ് എംപിമാരോടൊപ്പമാണെന്നും നിയമസഭയിൽ. സംസ്ഥാനത്തിന്റെ വികസനമാണ് പ്രഥമ ലക്ഷ്യമെന്നും പ്രഖ്യാപനം. വ്യവസായ വികസന കിതപ്പിൽ 21 വർഷം മുമ്പ് താഴ്വീണ അത്താണി കെൽട്രോണിന് വീണ്ടും ഉയർത്തെഴുന്നേൽപ്പ് പ്രതീക്ഷ. ഭൂതകാലത്ത് കേരളത്തിന്റെ വ്യവസായ ശബ്ദമായിരുന്ന സ്ഥാപനത്തെ സാമൂഹ്യ വിരുദ്ധരുടെ പിടിയിൽ നിന്ന് മോചിപ്പിക്കാൻ കർമ്മ പദ്ധതി. പ്രതിരോധ മേഖലയിലെ ശ്രദ്ധേയ സ്ഥാപനം ആരംഭിക്കാൻ DPR തയ്യാറാക്കിയതായി മന്ത്രി P രാജീവ്. നിയമസഭയിൽ സേവ്യർ ചിറ്റിലപ്പള്ളി MLA ചോദ്യത്തിന് മറുപടി. വിരുപ്പാക്ക തൃശൂർ കോപ്പറേറ്റീവ് സ്പിന്നിംഗ് മിൽ വ്യവസായ വകുപ്പ് ഏറ്റെടുത്തേക്കും. പൂട്ടിക്കിടക്കുന്ന മില്ലിൽ വ്യവസായ വകുപ്പ് ഉദ്യോഗസ്ഥർ സന്ദർശനം നടത്തി. മുരിങ്ങൂർ ധ്യാന കേന്ദ്രത്തിൽ നിന്ന് ഭക്ഷണം കഴിച്ചവർക്ക് ശാരീരിക ബുദ്ധിമുട്ടുകൾ. ഭക്ഷ്യവിഷബാധയെന്ന് സംശയം. പ്രാർത്ഥനകളിൽ പങ്കെടുക്കാനെത്തിയ 25 നഴ്സിംഗ് വിദ്യാർത്ഥികളെ ആശുപത്രിയിലെത്തിച്ച് ചികിത്സ നൽകി. ധ്യാന കേന്ദ്രത്തിൽ ആരോഗ്യ വിഭാഗം പരിശോധന. ഭക്ഷ്യ സാമ്പിളുകൾ ശേഖരിച്ചു. കാടുവിട്ട് കാട്ടാനകൾ ജനനിബിഡ മേഖലയിലും വിഹരിക്കുന്നു. തെക്കുംകര പഞ്ചായത്തിലെ മലാക്കയിൽ ഒറ്റയാന്റെ പരാക്രമം. മരങ്ങൾ കുത്തിമറിച്ചിട്ടു. പ്ലാവുകളിലെ ചക്ക ഭക്ഷണമാക്കി. അടുത്തൊന്നും വനമില്ലെന്നത് വലിയ ആശങ്ക. നാട്ടുകാർ ആനയെ തുരത്തിയത് പടക്കം പൊട്ടിച്ചും ബഹളം വെച്ചും. കൊമ്പന്റെ ദൃശ്യങ്ങൾ വീണയൻ ന്യൂസിൽ. അതിരപ്പള്ളി മലക്കപ്പാറയിലും കാട്ടാന ഭീതി. തേയില ഫാക്ടറിയിൽ നിന്ന് കൊച്ചിയിലേക്ക് ലോഡുമായി പോയിരുന്ന ലോറി ആന ആക്രമിച്ച് തകർത്തു. ഡ്രൈവർ ഓടി രക്ഷപ്പെട്ടതിനാൽ ദുരന്തമൊഴിവായി. തകർന്ന് തരിപ്പണമായി കിടക്കുന്ന തൃശൂർ കുറ്റിപ്പുറം റോഡ് സഞ്ചാരയോഗ്യമാക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 33.23 കിലോമീറ്റർ റോഡ് വികസനത്തിന് അനുവദിച്ചത് 316.82 കോടി രൂപ. നിർമ്മാണം സ്തംഭിച്ചതിന് ഉത്തരവാദികൾ കരാറുകാർ. പദ്ധതി ടെൻഡർ ചെയ്യുന്നതിന് നടപടി ആരംഭിച്ചതായും മന്ത്രി. അറ്റകുറ്റപ്പണികൾക്കായി 29 ലക്ഷം രൂപ അനുവദിച്ചതായും AC മൊയ്തീൻ MLA സബ്മിഷന് മറുപടി. സൗഹൃദം നടിച്ച് ഒടുവിൽ ഭീഷണിപ്പെടുത്തി വനിതാ ഡോക്ടറിൽ നിന്ന് പണവും സ്വർണവും തട്ടിയെടുത്ത യൂട്യൂബർ അറസ്റ്റിൽ. തട്ടിയെടുത്തത് 7 ലക്ഷം രൂപയും 30 പവൻ സ്വർണ്ണാഭരണങ്ങളും. എറണാകുളം കടവന്ത്ര സ്വദേശി ജയശങ്കറിനെയാണ് തൃശൂർ ഈസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്തത്. തട്ടിപ്പിനിരയായത് തൃശൂർ സ്വദേശിനിയായ ഡോക്ടർ. ജീവകാരുണ്യക്കരുതലിന്റെ സ്നേഹതീരത്ത് പുതുചരിത്രം. അത്താണി അമ്പലപുരം പോപ്പ് ജോൺ പോൾ പീസ് ഹോമിൽ 1 ഏക്കർ സ്ഥലത്ത് റംബൂട്ടാൻ കൃഷിക്ക് തുടക്കം. ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട 100ഓളം തൈകൾ ഭൂമിയുടെ ആഴത്തിലേക്ക് വേരുകളൂന്നും. ഉദ്ഘാടനവും കൃഷിഭൂമിയുടെ വെഞ്ചിരിപ്പും അതിരൂപതാ വികാരി ജനറൽ ജോസ് കോനിക്കര നിർവഹിച്ചു. കൃഷി ഇറക്കൽ അത്താണി തിരൂർ ഇടവകകളിലെ യുവജന സഹകരണത്തോടെ. മാനവ സേവന രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ചവർക്ക് കേരള ആരോഗ്യ ശാസ്ത്ര സർവകലാശാലയുടെ സ്നേഹാദരം. പത്മശ്രീ ഡോക്ടർ MR രാജഗോപാൽ, ഡോക്ടർ P മാധവൻ കുട്ടി വാര്യർ, S സോമനാഥ് എന്നിവർക്ക് ഹോണററി ഡോക്ടറേറ്റ് നൽകും. ഡോക്ടർ ഓഫ് സയൻസ് ബിരുദദാന ചടങ്ങ്
ജൂൺ 14 ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ബിരുദദാനം നിർവഹിക്കുമെന്ന് വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ മോഹനൻ കുന്നുമ്മേൽ. ശബരിമല തീർത്ഥാടനത്തിന് അനുമതി നൽകണമെന്നാവശ്യപ്പെട്ട് 10 വയസ്സുകാരി സമർപ്പിച്ച ഹർജി ഹൈക്കോടതി തള്ളി. ശബരിമല സ്ത്രീ പ്രവേശനം സുപ്രീം കോടതി വിശാല ബെഞ്ചിന്റെ പരിഗണനയിലെന്ന് കോടതി. കർണാടക സ്വദേശിയുടെ ഹർജിയാണ് തള്ളിയത്. തെരുവുനായ്ക്കൾക്ക് വിശ്രമ കേന്ദ്രങ്ങളായി പോലീസ് തൊണ്ടി മുതലും. വിശ്രമിക്കാൻ ലക്ഷങ്ങൾ വിലയുള്ള കാർ തന്നെ വേണമെന്ന് ശുനകന് നിർബന്ധം. മുളങ്കുന്നത്തുകാവ് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷന് മുന്നിൽ നിന്നാണ് വേറിട്ട കാഴ്ച. വാർത്താവിശേഷം വീണയൻ സ്പെഷ്യലിൽ. ഇന്ത്യൻ ഫുട്ബോൾ മുൻ താരവും പരിശീലകനുമായിരുന്ന ചാത്തുണ്ണി ഇനി ഓർമ്മ. ചരിത്രമാകുന്നത് അരനൂറ്റാണ്ടുകാലം ഇന്ത്യൻ ഫുട്ബോളിന്റെ മുഖമായിരുന്ന പ്രതിഭ അർബുദ ബാധിതനായി ചികിത്സയിൽ കഴിയവെയാണ് വിയോഗം. സംസ്കാരം വ്യാഴാഴ്ച നടക്കും. തൃശൂർ അതിരൂപത വൈദികൻ തെക്കുംകര മണലിത്ര സ്വദേശി സേവ്യർ പാണയങ്ങാടൻ അന്തരിച്ചു.